ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ കുറച്ചധികം നാളായിട്ടോ ബാംഗ്ലൂർ പോയ വ്ളോഗ് എഡിറ്റ് ചെയ്തിടണം എന്ന് വിചാരിക്കുന്നത്. പക്ഷേ സമയവും സന്ദർഭവും എനിക്ക് ഇപ്പോഴാണ് ഒത്തു. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയ ഒറ്റയ്ക്കാട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. ജസ്റ്റ് ട്രാവലിംഗ് മാത്രം ഒറ്റയ്ക്ക്. അവിടെ ചെന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. വൈറ്റിൽ ഹബ്ബിൽ നിന്ന് 11:45 ബസ്സാട്ടോ ഞാൻ ബുക്ക് ചെയ്തത്. KSRTC സ്ലീപ്പർ ആയിരുന്നു. ബസ് കുറച്ച് ലേറ്റ് ആയിരുന്നു. 11:45 12:30 ആയി ഉണ്ടായിരുന്നു. പിന്നെ എന്തിനും നമുക്ക് കൂട്ടിയിരിക്കാൻ നമ്മളെ നന്മനുള്ള കാരണം നമുക്കതൊരു വിഷയമായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്ലീപ്പർ ബസ്സിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആക്രാന്തം എനിക്കുണ്ടായിരുന്നു. മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യലായിരുന്നു കേട്ടോ. ഒരു ബസ് ടൂർ തന്നെയായിരുന്നു ഞാൻ നടത്തിയിരുന്നത്. ഞാൻ അപ്പർ ബർത്താട്ടോ ബുക്ക് ചെയ്തത്. അപ്പോൾ രാവിലെ ആയപ്പോൾ ബസ് നമുക്ക് വാഷ്റൂമിൽ പോകാനോ അതുപോലെ ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നിർത്തിയായിരുന്നു. ഒരു അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ ഇലക്ട്രോണിക് സിറ്റിയിലേക്കാണ് കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അവിടേക്ക് 10:45 എത്തുന്ന പറഞ്ഞിരുന്നത്. ടിക്കറ്റിൽ കാണിച്ചിരുന്നത് 10:45, പക്ഷെ കുറച്ച് നേരത്തെ എത്തി. 9 മണിയാകുമ്പോഴേക്ക് എത്തി. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ അടുത്ത് കണ്ടക്ടർ ചേട്ടൻ വന്നിട്ട് ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് എത്തിയെന്ന് പറഞ്ഞപ്പോൾ ചാടി ഇറങ്ങാൻ ഞാൻ ചെയ്തത്. അപ്പോൾ എന്തൊക്കെ എടുത്തു എന്ന് പോലും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫോൺ ഞാൻ ആ വണ്ടിയിൽ വെച്ച് മറന്നു. എനിക്ക് 2 ഫോണുണ്ട്. അതിൽ രണ്ടാമത്തെ ഫോൺ ഞാൻ എൻ്റെ ആ ബസ്സിൽ വെച്ചിട്ട് മറന്നുപോയി. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നു, അയ്യോ ഞാൻ എൻ്റെ ഫോൺ എടുത്തില്ലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ആ ബസ് കണ്ടക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, പേടിക്കണ്ട, അവിടെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു. എന്തായാലും ബാംഗ്ലൂർ വന്നിട്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ PGയിലേക്കാട്ടോ പോയത്. അവിടെ നിന്ന് ഫ്രഷൊക്കെ ആയി നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫോൺ എടുക്കാൻ വേണ്ടി പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാംഗ്ലൂരിലെ കാലാവസ്ഥയായിരുന്നു. ഞാനൊരു 9 മണിക്ക് അവിടെ എത്തിയത്. എന്നാലും ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഓട്ടോയിലിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി ദൂരത്തിയപ്പോൾ ബാംഗ്ലൂരിലത്തെ ട്രാഫിക് ഒക്കെ കിട്ടിയിട്ടോ. ട്രാഫിക് ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അടിപൊളി മന്തി കിട്ടുന്ന കടയൊക്കെ കാണിച്ചു കേട്ടോ. ഇതാണ് നല്ല മന്തി കിട്ടുന്ന കടയെന്നാണ് നമ്മളെ മഞ്ജു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പോണതിൻ്റെ ഇടയ്ക്ക് ഓരോ സ്ഥലങ്ങളുടെ പ്രത്യേകതയും അവിടുത്തെ കടകളുടെ പ്രത്യേകത ഒക്കെ പറഞ്ഞു തരായിരുന്നു. അങ്ങനെ നമ്മൾ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ പോയി നമ്മളവിടെ പോയി സംസാരിച്ച് നമ്മളുടെ അഡ്രസ്സും നമ്പറൊക്കെ എഴുതി കൊടുത്തു. നമ്മുടെ ഫോൺ കൈപ്പറ്റി. സാഹസികമായ യാത്രയാണ് ഗൈസ് നമ്മുടെ ബാംഗ്ലൂർ യാത്ര അല്ലേ? പിന്നെ അന്നത്തെ ദിവസം നമ്മൾ ബാംഗ്ലൂർ കാണാനൊന്നും പോയില്ല. അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. ഫോൺ എടുത്ത് വന്നപ്പോൾ തന്നെ വയ്യാണ്ടായി. പിന്നെ രാത്രി ആയപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു പാർക്കിലൊക്കെ ചുമ്മാ നടന്ന് ചില്ല് ചെയ്യാനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഡാൻസ് കളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ Day 2 ഓഫ് ബാംഗ്ലൂരാണ്. Day 1 അങ്ങനെ കാര്യമായിട്ടൊന്നും നടന്നില്ല. Day 2 നമ്മൾ ബാംഗ്ലൂർ കാണാൻ വേണ്ടി പോയത്. ആദ്യം തന്നെ മാഗ്ന ബിരിയാണി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ഈ മാഗ്ന ബിരിയാണി കഴിക്കാൻ പോയത്. അവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് വാങ്ങിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഞാൻ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തതെന്നാന്ന് തോന്നുന്നു. എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല, പക്ഷെ നല്ല ബിരിയാണി ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം പിന്നെ അതുപോലെ തന്നെ ഫേമസ് ആയി നമ്മൾ ദീപിക പദുക്കോന്റെ ഇഷ്ടപ്പെട്ട ഡെസേർട്ട് കഴിക്കാൻ വേണ്ടി പോയി. കോർണർ ഹൗസിലെ ഡെത്ത് ബൈ ചോക്ലേറ്റ്. അതും നല്ല ഇഷ്ടപ്പെട്ടു. ഇത്രയും ഫുഡൊക്കെ കഴിച്ചതല്ലേ, കുറച്ചൊന്ന് നടക്കാന്ന് വിചാരിച്ചു. പിന്നെ അധികം വെയിലൊന്നും ഇല്ലാത്ത കാരണം അവിടെ നടക്കാനൊക്കെ സുഖമാട്ടോ. അങ്ങനെ ഫുൾ മരങ്ങളാണ്. നമ്മളിപ്പോ നടക്കാണ്. എങ്ങട് അവിടേക്ക് നടക്കല്ല, നമ്മള് ചുമ്മാ ഇങ്ങനെ നടക്കാന്ന് വെച്ചു. ബൈ എൻ്റെ ബാംഗ്ലൂരിന്റെ ടൂർ ഗൈഡ് മഞ്ജിനിയാണ്. ഹായ് മഞ്ജി. ഫേമസ് ആയിട്ടുള്ള കബോൺ പാർക്കിലാണ്. എൻ്റെ അമ്മോ, നല്ല വൈബ് പാർക്കാട്ട്. കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ വൈബ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് ഫുൾ മരങ്ങളൊക്കെ നിറഞ്ഞ് ഫുൾ നല്ല ഫ്രഷ് എയറാണ്. ഏക്കർ കണക്കിനൊക്കെ നീണ്ടു തീർന്ന് കിടക്കുക. എന്തോരം നടക്കാനായിട്ട്. എനിക്ക് ഏതിലാ പോകണ്ടേ ഏതിലാ വരണ്ടേന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അവിടെ നല്ല ഇഷ്ടമായിട്ട്. നമുക്ക് ഈവനിങ് ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മേലേക്ക് നോക്കി നടക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പക്ഷികൾ നമ്മളുടെ മേത്തേക്ക് എന്തെങ്കിലും സാധിക്കാൻ ചാൻസ് ഉണ്ട്. തണുപ്പൊക്കെ ആയിട്ടല്ലേ, എന്തായാലും പറയാ ഭയങ്കര തണുപ്പല്ല, എന്നാ ചെറിയ തണുപ്പ്, നല്ല രസമുണ്ട്. ഈ റെഡ് കളറിലുള്ള ബിൽഡിങ് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഹൈക്കോർട്ട് ഓഫ് കർണാടക ആട്ടോ അത്. ഈവനിങ് ആയപ്പോൾ സ്കൈ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ചോന്നിരിക്കുന്നത്. കബോൺ പാർക്കിൽ നിന്ന് പിന്നെ നമ്മൾ പോയത് വിധാനസൗധ കാണാനാണ് കേട്ടോ. അത് കർണാടകയിലെ ലെജിസ്ലേറ്റീവ് ഹൗസ് ആണ്. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കൊട്ടാരം പോലെ ഉണ്ട് കേട്ടോ. ഒരു ഗവൺമെന്റ് ഓഫീസാന്ന് കണ്ടാ പറയില്ല. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചർച്ച് സ്ട്രീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അതിനു വേണ്ടി നമ്മൾ ഓട്ടോ ഒക്കെ ചോദിച്ചപ്പോൾ ഒടുക്കത്തെ പൈസ. അപ്പം നമ്മൾ മെട്രോ പിടിച്ച് പോകാന്ന് പറഞ്ഞു. അവിടെ അടുത്ത് തന്നെയായിരുന്നു മെട്രോ സ്റ്റേഷൻ. അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ ആയിരുന്നു കേട്ടോ. നല്ല കാറ്റുണ്ടല്ലോ ഇവിടെ, അണ്ടർഗ്രൗണ്ടിൽ കാറ്റാ. അതാണ്
ഇത് ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനത്തെ സാധനം കാണുന്നത്. ഇതിന്റെ ബാഗിലുള്ളത് വിധാന സൗകര്യം. കോയിൻ പോലെ അല്ലേ? ബാംഗ്ലൂർ മെട്രോ ടിക്കറ്റ് ആട്ടോ കണ്ടത്, കോയിൻ പോലെ ഉണ്ടല്ലേ. പോരാൻ നേരത്തെ കോയിൻ അവിടെ ഇട്ടിട്ട് വേണോ പോരാൻ. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ചർച്ച് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അവിടെ കുറേ നേരം നടന്നു, അവിടുത്തെ കടകളൊക്കെ കണ്ടു. നല്ല പോർഷ് കടകളാട്ടോ, നല്ല റിച്ച് കടകൾ ഉണ്ടായിരുന്നു കുറേ. അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ലൈറ്റിങ്സ് ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പോയതാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. അവിടെ പോവുകയാണെങ്കിൽ വില പേശാൻ അറിയണം. എൻ്റെ കൂടെ ഉണ്ടായവർക്കൊന്നും അത്ര നന്നായി വില പേശാൻ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളധികം സാധനങ്ങളും വാങ്ങിയില്ല, അത് വേറെ കാര്യം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ ഉണ്ടെന്ന് പറയണ പോലെ ഷോപ്പിങ്ങിന് പറ്റിയൊരു സ്ഥലമാട്ടോ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. എല്ലാ വക സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. ബ്രാൻഡഡ് തൊട്ട് ലോക്കൽ കടകൾ വരെ ഉണ്ട് അവിടെ. ഞാൻ അവിടെ നിന്ന് ആകെ ക്രിസ്മസിനിടാനൊരു ഡ്രസ്സ് മാത്രം വാങ്ങിയത്. അത് ആദ്യം വേണ്ടാന്ന് വെച്ചാൽ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഡ്രസ്സ് വേണമെന്ന് തോന്നി തിരിച്ചു പോയപ്പോഴേക്കും കട അടച്ചു. പക്ഷെ ആ ചേട്ടൻ കട തുറന്നിട്ട് നമുക്കത് അപ്പോൾ ഡേ 2 ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബൈ, സീ യു.